ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് CMRL കേസിലെ ED നടപടികൾ രാഷ്ട്രീയ പ്രേരിതം എന്ന CPIM നിലപാടിനെ പിന്തുണയ്ക്കാതെ CPI. കേസ് രാഷ്ട്രീയ പ്രേരിതമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. CPIക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നും ഇതിന് ഇടത് രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ, ഇതിലൊന്നും CPI കക്ഷിയേ അല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM പറയുന്നുണ്ട്. അങ്ങനെ നിലപാട് CPIക്ക് ഉണ്ടോ? രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, വാക്കുകൾക്കിടയിൽ കൃത്യമായ വിമർശനം ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഇതിലുമായി ബന്ധപ്പെട്ട ഒരു കൊടുക്കൽ വാങ്ങലിലും CPIക്ക് പങ്കില്ല എന്നുകൂടി പറയുന്നു. CPIയുടെ നിലപാട് ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണവും EDയുടെ തുടർ നടപടികളും അത് പിന്നീട് CPMന്റെ നേതാക്കളിലേക്ക് എത്തും. അതാണ് ലക്ഷ്യം എന്നുള്ള നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായിയെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് EDയുടെ നീക്കങ്ങൾ എന്നുള്ളതാണ് CPMന്റെ നിലപാട്. പക്ഷേ അതിനോട് കൂട്ടുകൂടാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് CPI. വ്യക്തിപരമായിട്ടുള്ള കേസാണ് ഇത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെടുക്കേണ്ട വിഷയമല്ല, അത് ഞങ്ങളുടെ വിഷയമല്ല എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CPMന്റെ വാദം. അങ്ങനെ ഒരു നിലപാട് CPIക്ക് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അത് രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നുള്ള നിലപാടാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ് ED നടത്തുന്നത് എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് CPI ചെയ്തിട്ടുള്ളത്. അത് CPMന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള വാദം ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്ന CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് കൂടിയാണ് CPIയുടെ നിലപാട്. കാരണം അവർ മുന്നണിക്കകത്ത് പോലും അവർക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പിന്തുണ മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ആർജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തെ കക്ഷിയായിട്ടുള്ള CPI പോലും ഈ കേസിൽ കൂടെ നിൽക്കുന്നില്ല CPMനൊപ്പം എന്നുള്ളത് ശ്രദ്ധേയമാണ്. എതിരാളികൾക്കൊക്കെ അത് വലിയ രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്താനുള്ള സാധ്യത കൂടി ഉരുത്തിരിയുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ CPMന്റെ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിനോ ഒപ്പം നിൽക്കാതെ മാറി നിന്നുള്ള സമീപനം സ്വീകരിക്കുന്നു CPI. സുജീഷ്.